നിങ്ങൾ നന്നായി പഠിക്കുന്നവരാണ്. ഇതും ജനറൽ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറയണത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ആളുകളാണ് കേട്ടോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ ഇതിന് യു സ്റ്റഡി വെൽ എന്നുള്ളതാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ. ഇത് പറയുന്ന ടോൺ അനുസരിച്ച് ചിലപ്പോൾ അർത്ഥം മാറും. യു സ്റ്റഡി വെൽ എന്ന് വെച്ചാൽ നീ നന്നായിട്ട് പഠിക്കുക കേട്ടോ എന്നുള്ള അർത്ഥമാവാം. പൊതുവേ യു കൂട്ടി അങ്ങനെയാണ് പറയാറുള്ളൂ. നമ്മളിവിടെ ഉദാഹരണത്തിന് വേണ്ടി എടുക്കുന്നതാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് എന്നും പറയേണ്ട സാഹചര്യം ഉണ്ടാകാമല്ലോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പൊതുവേ നന്നായിട്ട് പഠിക്കുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ പൊതുവേ നിത്യജീവിതത്തിൽ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ് കേട്ടോ. അതും കൂടെ മനസ്സിലാക്കി വെച്ചു. ഇപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് മാത്രമേ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ, കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അതിൻ്റെ ഗുണം എന്താണ്? നമ്മളിതിൻ്റെ അകത്ത് വേർബ് അതേപടി എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. യു എന്ന് വെച്ചാൽ നിങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുമ്പ് നീ എന്ന് പറയാൻ യു തന്നെയാണ് ഉപയോഗിച്ചത്. സിംഗുലറും പ്ലൂറലും യു തന്നെയാണ്. സ്റ്റഡി, ആ വേർബ് അങ്ങനെ തന്നെ എടുത്ത് വെച്ചു. വെൽ എന്ന് അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോ വാക്കും എന്താണെന്ന് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം. പ്രോനൗൺ, യു ഒരു പ്രോനൗൺ ആണ്. നൗണിനെ റീപ്ലേസ് ചെയ്യുന്നു. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് പറയുന്നതിന് പകരം യു എന്നുള്ള ഒറ്റ വാക്കിൽ അതിനെ ഒതുക്കി. സ്റ്റഡി വേർബാണെന്ന് നമുക്കറിയാം. ആഡ് വേർബ് എന്താണ്? ആ വേർബിനെ വിശേഷിപ്പിക്കുന്നു. ആഡ് വേർബ് പോലുള്ള വാക്കുകൾ നമുക്ക് പൊതുവെ കേൾക്കാൻ താല്പര്യമില്ലാത്ത വാക്കുകളാണ്. അധികമൊന്നും ചിന്തിക്കേണ്ട. സ്റ്റഡിയെ വിശേഷിപ്പിച്ചു. എങ്ങനെ പഠിക്കുന്നു? നന്നായി പഠിക്കുന്നു. യു പ്രോനൗൺ, സ്റ്റഡി വേർബാണ്. വെൽ നന്നായി പഠിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഒരു ആഡ് വേർബാണ്.